സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സുന്നിസം നൗഷാദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഇസ്തിഖാമയും അബ്ദുള്ള തോട്ടക്കാടും ഉൾപ്പെടെയുള്ള ടീം ഒരു നല്ല വർക്ക്, പഴയകാല പ്രസംഗങ്ങൾ പുതിയ കാല വാദങ്ങൾക്ക് എതിരാവുകയും പുതിയ കാല വാദങ്ങൾ പഴയകാല പ്രവർത്തനങ്ങൾക്ക് എതിരാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ജനങ്ങൾക്ക് ഊറി ഊറി ചിരിക്കാനും അതോടൊപ്പം ഇവരുടെ പൊട്ടത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാനും സാധ്യമാകുന്ന രൂപത്തിലാണ് സുന്നിസം വളരെ രസകരമായി അവതരിപ്പിച്ചു. ജസാക്കല്ലാഹ് ഖൈർ, അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഡി സി ആണോ? ഞാൻ ഡി സി ഒന്നല്ലല്ലോ. ഞാൻ ഡി സി ആണോ? അല്ല. ഇടയ്ക്കൊക്കെ ഓരോ പുക കൂടിയേ, കാരണം ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഇവിടെ ഒരു മൂല്യരുമായി ഫോണിൽ സംസാരിച്ചു ജിഷാൻ മാഹി. അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഞാൻ കുറെ കാലമായി വർക്കൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ട്, കുറെ കാലം വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ടും 80ഓളം ശാഖകൾ, ധാരാളം വിദ്യാർത്ഥികളൊക്കെ ഞാൻ ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ ഉഖ്റവിയായ വഴിയിലാണ്. അപ്പൊ അതുവരെ മൂപ്പര് ഉഖ്റവിയായ വഴിയിലല്ല എന്ന് അങ്ങനെ ഒരു ഉണ്ടല്ലോ, മുഖാലഫൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതുവരെ ഞാൻ അങ്ങനെ കുറെ ചെയ്തു. എന്നാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, നാം ഒരു കാര്യം ഉറപ്പിച്ചിരിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഖിദ്മത്തെടുത്തോ അവർ തീർച്ചയായും അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാര വിട്ട് ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഷേഖുന ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും നെഞ്ചേറ്റിയ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളും പാണക്കാട്ടെ പൂക്കോയത്തങ്ങളും ആർജവത്തോടുകൂടി മുന്നോട്ട് നയിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖിദ്മയിലായി ആരിക്കഴിഞ്ഞുവോ അവർ ദീനിന്റെ പാതയിൽ തന്നെയാണ്, ഉഖ്റവിയായ പ്രവർത്തനത്തിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ആളുകൾ റേഡിയോയിലൂടെയും മറ്റും അതുപോലെ തന്നെ ഐഡിയിലുമൊക്കെ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ. ഒരു കാര്യം ഉറപ്പിക്കാം, ധാരാളം വർഷം ഒരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നിട്ട് ഇപ്പൊ ഞാൻ ധാരാളം ഖുർആൻ ഓതുന്നു, ഇപ്പോൾ ധാരാളം തഹ്ലീൽ ചെല്ലുന്നു, ഇപ്പോൾ ധാരാളം സഹായങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ചെയ്തതിൽ എനിക്ക് മനസ്സംതൃപ്തി കിട്ടിയിട്ടില്ല എന്ന് പച്ചക്ക് തുറന്ന് പറഞ്ഞെങ്കിൽ ഒരു കാര്യം ഓർക്കണം. മാഷാ അല്ലാഹ്, 1000ഓളം ആളുകൾ റേഡിയോയിലുണ്ടെന്നാണ്, 1000 ആളുകൾ റേഡിയോയിലുണ്ടെന്നാണ്. മാഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രത്തോളം വ്യക്തമായിട്ട് പറയാണ്, ഇതുവരെ ഞാൻ ചെയ്തതിൽ എനിക്ക് എന്തില്ല, ഒരു സംതൃപ്തി ഇട്ടില്ല. ഇപ്പൊ ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, ഇപ്പൊ ഞാൻ മറ്റൊന്നും ആരോടും പറയലില്ല. അതിനൊക്കെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുടെ മോൽ അതിൽ പോയിക്കോട്ടെ. എങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, 70ാം വാർഷിക മഹാസമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഷെയ്ഖുന ശംസുൽ ഉലമ ജനലക്ഷങ്ങളുടെ മുന്നിൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അല്ലാഹുവേ ഈ പ്രവർത്തനം ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്, നീ കബൂലാക്കണേ എന്ന്. ആ പുന്നാര മകനെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തന്റെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി തന്റെ സമീപത്ത് കാലിന്റെ ചുവട്ടിൽ അന്തിയുറങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ബഹുമാനപ്പെട്ട കെ.ടി. ഇമാൻ മുസ്ലിയാർ ജീവിതം മുഴുവൻ സമസ്തയ്ക്ക് വേണ്ടി സമർപ്പിച്ച മഹാമനീഷി, ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി താൻ അധ്വാനിച്ചതിന്റെ ഫലം കൺകുളിർക്കെ കണ്ടുകൊണ്ട് സന്തോഷഭരിതനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്.
കോഴിക്കോട് ജില്ലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പരിശ്രമിച്ച ശൈഖുനാ സി.എം. വലിയുല്ലാഹിയുടെ സന്തത സഹചാരിയും ആത്മമിത്രവുമായിരുന്ന പാറന്നൂർ ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ വഫാത്താകുന്നതിന്റെ മുമ്പ് മക്കളെയൊക്കെ വിളിച്ചുപദേശം നൽകി ഈ സമൂഹത്തിനും ഈ സംഘടനക്കും സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം വഫാത്താകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ് വഫാത്താകുന്നത്. എന്താണ് ഇതിനർത്ഥം? ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ വഫാത്ത് എന്താണ് തെളിയിക്കുന്നത്? ഒന്നും പറയാനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അവസാന വാക്കിന് ജവാബ് നൽകിയിട്ട്, ബാങ്കിന്റെ അവസാന വാക്കിന് ജവാബ് നൽകിയിട്ട് വളരെ നല്ല നിലയിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. എന്താണ് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത്? ഈ സംഘടനയ്ക്ക് വേണ്ടി ആര് പ്രവർത്തിച്ചുവോ അവർ യഥാർത്ഥ പന്ഥാവിലാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജീവിച്ച് കാണിച്ചു തരികയാണ് ശൈഖുനാ ശംസുൽ ഉലമ. മാത്രമല്ല ശംസുൽ ഉലമ വഫാത്താകുമ്പോൾ കാണിക്കുകയാണ് ചെറുപ്പം മുതൽ സമസ്തയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങിയ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ 19ാമത്തെ വയസ്സിൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബിക് കോളേജിലെ ഷാഫിഈ ഫിഖ്ഹിലെ മുഫ്തിയും ഷാഫിഈ മദ്ഹബിന്റെ മുഫ്തിയും അതുപോലെ തന്നെ അവിടുത്തെ ഹസ്രത്തുമായി ജോലി ചെയ്ത് പിന്നീട് കണ്ണിന് ചെറിയ അസുഖം വന്നപ്പോ ജോലിയിൽ നിന്ന് മാറി നാട്ടിൽ വരികയും പിന്നീട് മഹാനവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനവുമായി സഹകരിക്കുകയാണ്. വളാഞ്ചേരി നടന്ന സമ്മേളനത്തിൽ ശൈഖുനയുടെ ശക്തമായൊരു പ്രസംഗം, ആ പ്രസംഗത്തോടുകൂടി ഏതാണ് ഈ ചെറുപ്പക്കാരൻ, ആളുകൾ അന്വേഷിക്കുന്നു, ഷാവറയിലേക്ക് വരുന്നു, പിന്നീട് ഒരു പടയോട്ടമാണ്. വഫാത്താകുമ്പോ ആളുകൾ നോക്കി നിൽക്കെ സംശയമുള്ളവർക്കൊക്കെ വ്യക്തമായി കാണിച്ചു കൊടുത്തുകൊണ്ട് സമസ്തക്ക് ഖിദ്മ ചെയ്തവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന രംഗം കാണിച്ചു കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. ഒരു കാര്യം ഉറപ്പിക്കട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, സമസ്തക്ക് ഖിദ്മത്തെടുത്തവൻ പരാജയപ്പെടില്ല. സമസ്തക്ക് ഖിദ്മത്തെടുത്തവൻ പരാജയപ്പെടില്ല. സമസ്തയ്ക്ക് ഖിദ്മത്തെടുക്കുന്നവൻ അവൻ ആഖിറത്തിന്റെ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. ആ സഹോദരൻ അല്ലാഹു തആല താമസിയാതെ അദ്ദേഹത്തിന് സമസ്തയുടെ ശാദ്വല തീരത്തേക്ക് എത്തിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിനോട് പറയണം, സമസ്ത എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ വഴി. നിങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ ആ വഴികൾ നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നില്ലെങ്കിൽ ആ നിങ്ങൾ വഴിമാറി ചിന്തിക്കണം, സമസ്തയുടെ വഴിയിലേക്ക് എത്തണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. സമസ്തയുടെ ഓരോ ഖാദിമിനും വളരെയധികം സന്തോഷം നൽകുന്ന ദിവസങ്ങളാണ്. ഏതാനും ഇന്നും ഇന്നലെയുമൊക്കെയായി നാം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയും നമ്മുടെ പ്രതീക്ഷയ്ക്കു മുകളിൽ വളരുകയും ചെയ്ത സുപ്രഭാതം മാഷാ അല്ലാ, സുപ്രഭാതം അതിന്റെ 2ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ്. 1ാമത്തെ വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ സുപ്രഭാതത്തിന്റെ വാർഷിക സപ്ലിമെന്റ് എടുത്തു നോക്കുമ്പോൾ നമുക്കൊക്കെ അറിയാൻ പറ്റും, കേരളീയ മാധ്യമ രംഗത്ത് തന്റേതായ ഒരു ഇടം സുപ്രഭാതത്തിനുണ്ട് എന്ന് ഇന്നത്തെ സപ്ലിമെന്റിലൂടെ ലോകത്തോട് ഈ ഭാഗം ശ്രദ്ധിക്കുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, MT വാസുദേവൻ നായർ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള, സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മലയാള അക്ഷരത്തിന്റെ മലയാളത്തിന്റെ സുഹൃതമായിട്ടുള്ള MT വാസുദേവൻ നായർ, നമുക്കറിയാം, ഒരുപാട് രചനകളിലൂടെ മലയാളത്തിനൊരു മുതൽക്കൂട്ടായിട്ടുള്ള മലയാളത്തിന്റെ സ്വകാര്യ സ്വത്താണ് MT വാസുദേവൻ നായർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിനോട് ഒരു കുറിപ്പ് ആവശ്യപ്പെട്ടപ്പോ, വല്ലപ്പോഴുമൊക്കെ സുപ്രഭാതത്തിലേക്ക് കുറിപ്പ് നൽകിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ഇറങ്ങട്ടെ, നോക്കട്ടെ, ആവശ്യമെങ്കിൽ നോക്കാം. അദ്ദേഹം
ഒരു വർഷം പൂർത്തിയാകുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയെല്ലാം വരാറുണ്ട്, പക്ഷേ പലതും ഞാൻ വായിക്കാറില്ല, ചിലതൊക്കെ ഞാൻ സ്ഥിരമായി വായിക്കാറുണ്ട്. അതിലൊന്ന് സുപ്രഭാതമാണെന്ന് പറയുമ്പോ നമ്മൾ ഓർക്കണം, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് അതിന് ഈ സുപ്രഭാതത്തിന് നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. ഇവർ പറഞ്ഞ മുഴുവൻ ആളുകളും, അതിനാശംസ അർപ്പിച്ച മുഴുവൻ ആളുകളും പറയുന്നത് ഒരു നിഷ്പക്ഷ പത്രവും ഒരു മൂല്യാധിഷ്ഠിത പത്രവും ഒരു തറവാടിയൻ പത്രവുമാണ് സുപ്രഭാതം എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. സുപ്രഭാതത്തിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ കേരളീയ സാഹചര്യം വിലയിരുത്തുന്നത് ഇതൊരിക്കലും സമസ്തക്കാരല്ല പറയുന്നത്, സമസ്തയുടെ പുറത്തുള്ള ആളുകൾ വന്നുകൊണ്ടാണ്. സമസ്തയുടെ പത്രത്തിനെ പറ്റി ബാബു ഡി പോൾ വളരെ വ്യക്തമായി എഴുതി, സമസ്തക്ക് ഒരു മുസ്ലിം സംഘടനക്ക് മുസ്ലിങ്ങളുടെ വിഷയങ്ങൾ വേറിട്ടതാണെന്ന് തോന്നാതെ അത് പൊതുസമൂഹത്തിൻ്റെതാണെന്ന് തോന്നുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ സുപ്രഭാതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ബാബു ഡി പോൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നല്ല ഒരു കോളമിസ്റ്റാണ്, നല്ലൊരു റൈറ്ററാണ്. നമുക്കറിയാം അദ്ദേഹം നല്ലൊരു കാഴ്ചപ്പാടുള്ള, തനിക്ക് തോന്നുന്നത് വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്. എന്നാൽ അല്പമൊക്കെ സരസമായി പറയാനും കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. വളരെ നല്ല ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഏവർക്കും നമുക്കറിയാം, കേരളത്തിൽ ധാരാളം പത്രങ്ങളുണ്ടല്ലോ, മുത്തശ്ശി പത്രങ്ങൾ ധാരാളമുണ്ടല്ലോ. നൂറ്റാണ്ട് തികഞ്ഞ പത്രങ്ങൾക്കിടയിലേക്കാണ്, നൂറ്റാണ്ട് തികഞ്ഞ പത്രങ്ങളുള്ള ആ ഒരു രംഗത്തേക്കാണ് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള സുപ്രഭാതം ഇന്ന് നിലകൊള്ളുന്നത്. അവരൊക്കെ പറയുന്ന ഒരേ ഒരു വാക്കുണ്ട്, സുപ്രഭാതം. അതിന് തനതായ ഒരു ശൈലി, അതിന്റെ സ്വന്തമായ ഒരു ഇടം സുപ്രഭാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. ഒരു വേള സുപ്രഭാതം ഇറങ്ങുന്നതിന്റെ മുമ്പ് അതിന്റെ മറ്റുള്ള അതിന്റെ തയ്യാറെടുപ്പുകൾക്ക് അല്പം കൂടുതൽ ആ സമയം വേണ്ടി വന്നപ്പോ പല ആളുകളും കൊഞ്ഞനം കുത്തിയിരുന്നു. സുപ്രഭാതം എവിടെ ഇറങ്ങുമോ, നിങ്ങൾക്കൊരു മാസിക നടത്താൻ, നിങ്ങൾക്ക് ദ്വൈവാരികം നടത്താൻ കഴിയാത്ത നിങ്ങളെങ്ങനെ ഒരു പത്രപ്രവർത്തനം നടത്തുമെന്ന് ചോദിച്ച് പരിഹസിച്ചവരോട് ഞാൻ ഓർക്കുകയാണ്, കേരളത്തിലൊരു മന്ത്രി ഒരിക്കൽ സമസ്തക്കാരോട് പറഞ്ഞു, നിങ്ങൾ നഴ്സറി നടത്തി വരി, എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈഡ് സയൻസ് തരാമെന്ന് പറഞ്ഞപ്പോ ആ കോളേജ് സ്ഥാപിക്കുന്ന ആ സ്ഥാപകർക്ക് കൊടുത്തപ്പോ, അത് നടത്താൻ വേണ്ടി കൊടുത്ത ആളുകൾക്ക് അതവരെക്കാൾ ഉയർന്ന എഞ്ചിനീയറിംഗ് കോളേജ് നടത്തി കേരളത്തിൽ തലയെടുപ്പോടുകൂടി മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് അവർ ഓർക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്രസ്ഥാനമാണ്, ഒരു ബറക്കത്തുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് സുപ്രഭാതം 7 എഡിഷൻ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം പോലും പത്രം മുടങ്ങിയിട്ടില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വളരെ വളരെ സുന്ദരമായി സുപ്രഭാതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിൽ ആരെങ്കിലും വരിക്കാരായിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വിളിക്കണം. എന്റെ വീട്ടിൽ സുപ്രഭാതം വന്നിരിക്കണം. ഇന്ന് ഞാൻ ആ കമന്റുകളിൽ ഇന്ന് ഓരോരുത്തരുടെയും പ്രസ്താവനകളുണ്ട്. സുപ്രഭാതത്തിന്റെ പ്രസ്താവനകളിൽ ഒരു വരി ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. ഓൺലൈനിൽ അത് വായിക്കാൻ കിട്ടും. നിങ്ങളൊക്കെ ഓൺലൈനിൽ അത് വായിക്കാൻ ശ്രമിക്കണം. പത്രത്തിന്റെ അതുപോലെ കിട്ടും. പത്രം അതുപോലെ ഓൺലൈനിൽ വായിക്കാൻ കിട്ടും. എങ്ങനെ ഓൺലൈൻ എഡിഷൻ ഉണ്ട്, ആ ഓൺലൈൻ എഡിഷൻ മാറി പത്രം അതുപോലെ നമുക്ക് വായിക്കാൻ കിട്ടും. അത് നമ്മളൊക്കെ കൂടുതൽ അതിന് വായിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ സുപ്രഭാതം അതേപോലെ തന്നെ നമ്മൾ ഓർക്കണം. ഞാൻ ഇന്ന് വായിച്ച കമന്റുകളിൽ ഏറ്റവും നല്ല ഇത് ജമാലുദ്ദീൻ ഇട്ടിട്ടുള്ളത് ഓൺലൈൻ എഡിഷൻ അല്ല, ഓൺലൈൻ പേപ്പറാണ്. അതിൽ ശരിക്കും എന്ത് കിട്ടും, ഓൺലൈൻ ആയിട്ട് തന്നെ കിട്ടും. ഓൺലൈൻ പത്രം പോലെ തന്നെ കിട്ടും. അങ്ങനെ തന്നെ വായിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ ഒരാൾ എഴുതേണ്ടായി
വളരെ സുന്ദരമായി അദ്ദേഹം എഴുതി ഒരശ്ലീല വാക്ക്. അതാ ഈ ജമാലുദ്ദീൻ എന്ന ഐഡിയിലുള്ള അദ്ദേഹം ഇട്ടിട്ടുണ്ട് സുപ്രഭാതത്തിന്റെ ഓൺലൈൻ പേപ്പർ. ആ ഓൺലൈൻ പേപ്പർ കിട്ടും കണ്ടോ, വളരെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കിട്ടും. അത് ഈ പേപ്പർ അത് തന്നെ വായിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ അതിലൊരാൾ എഴുതിയിട്ടുണ്ട്, ഒരശ്ലീല വാക്ക് പോലും ഈ ഒരു വർഷത്തിനിടയിൽ സുപ്രഭാതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല, അന്തസ്സുള്ള പത്രം എന്നാണ് എഴുതിയിട്ടുള്ളത്. പലർക്കും ദഹിക്കുന്നില്ല. പക്ഷേ നിഷ്പക്ഷമതികൾ വിലയിരുത്തി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് സുപ്രഭാതത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ തലച്ചോറിന്റെ ഉടമ മുസ്തഫ മാസ്റ്റർ മുണ്ടോവാർ, അദ്ദേഹം നമ്മോട് സംസാരിക്കാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമുക്ക് ആഘോഷത്തിന്റെ ദിവസങ്ങളാണിന്ന്, നമുക്ക് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. അൽഹംദുലില്ലാ നമ്മൾ വളരെയധികം സന്തോഷിക്കണം. അതോടൊപ്പം നമുക്ക് ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുപോലെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അന്തസ്സുള്ള പത്രം, ഒരാളുടെ വാക്കതാണ് അന്തസ്സുള്ള പത്രം. അതാണ് എസ്കെസ് പ്രവാസം, അതിന്റെ ലിങ്ക് അടിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് സുപ്രഭാതം ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് സുപ്രഭാതമായിരിക്കണം. ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന സുപ്രഭാതമായിരിക്കണം. ആ ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വരണം. നമ്മളൊക്കെ നെറ്റ് ഉപയോഗിക്കുന്നവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുമാണ്. അപ്പോൾ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പത്രം അത് സുപ്രഭാതമായി ഉയരണം. GCCയിൽ നമ്മളില്ലേ? അതുകൊണ്ട് എന്റെ കണ്ണിൽ സുപ്രഭാതം എന്ന ആ ഒരു വാർഷിക സപ്ലിമെന്റിൽ തന്നെ പലരും പലതും പറയുന്നു. മാത്രമല്ല, വെട്ടിത്തുറന്ന് പറയാൻ മടി കാണിക്കുന്ന പലരും തന്നെ വളരെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ധാരാളം ആളുകൾ നമ്മോട് സംസാരിക്കാനുണ്ട്. സുപ്രഭാതത്തിന്റെ ഇന്ന് പത്രം കൃഷികളൊക്കെ ബേജാറിലാണ്. സ്കൂളുകളിലെ ടീച്ചേഴ്സിനെ പിടിച്ചിട്ട് ഞങ്ങളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്, വിദ്യാപ്രഭാതം പോലെ ഞങ്ങളിലും സ്കൂളിലേക്ക് ആവശ്യമായ പ്രൊജക്ട് വർക്കുകൾ ഉണ്ട്, അത് നോക്കി ചെയ്യാൻ നിങ്ങൾ പറയണേ എന്ന് പ്രത്യേകം പറയേണ്ട ഗതിയിലേക്ക് വരെത്തിയിട്ടുണ്ട്. വിദ്യാപ്രഭാതം കുട്ടികൾ അന്വേഷിക്കുകയാണ്. മുത്തശ്ശികൾ കുറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ വാർത്തയും അതിന്റെ യഥാർത്ഥ സ്രോതസ്സറിഞ്ഞ്, എന്തിനധികം സുപ്രഭാതത്തിനെ എതിർക്കുന്ന ആളുകൾ പോലും വാർത്തകൾക്ക് ഉപോത്പകലകമാക്കുന്നത് സുപ്രഭാതത്തിന്റെ വാർത്തകളാണ്. കാരണം അത് സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. അതിലേറെ റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് ഇത് നിലനിർത്താൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വാർത്ത കൊടുക്കാൻ പലർക്കും മടിയായിരുന്നു. മലപ്പുറത്ത് മാത്രം ഒതുക്കിയിരുന്നു, ഒരു മൂലയിലേക്ക് മാത്രം ഒതുക്കിയിരുന്നു. എങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ട് ഇന്ന് സംഘടനാ വാർത്തകൾ വരെ പലരും മത്സരിച്ച് കൊടുക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ സുപ്രഭാതത്തിന്റെ ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ ഈ വലുപ്പത്തിന്റെ മുമ്പിൽ നാം ചെറുതായി പോകുമെന്ന് പലർക്കും തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ സത്യത്തിൽ വളരെ സന്തോഷകരമാണ്. ഈ ആഘോഷത്തിലും ഈ സന്തോഷത്തിലും നമുക്ക് പങ്കുചേരുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ള, സാമ്പത്തികമായും മറ്റുമൊക്കെ ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് മൈക്കിൽ വരും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടോപാറ നമുക്കായി പ്രത്യേകം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രത്യേകം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് അദ്ദേഹത്തിന്റെ വോയിസുമായി മൈക്കിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖ് കരിമ്പ്ര സാഹിബ് ഉണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അൽ ഇസ്തിഖാമയുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം നമ്മുടെ നേതാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിനെ സംബന്ധിച്ച് അല്പം സംസാരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട കരീം ഫൈലിയുടെ സുന്ദരമായ കഥാപ്രസംഗവും ഉണ്ടായിരിക്കും. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈൽ ഉസ്താദ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സുപ്രഭാതത്തിന്റെ ഈ അനൽപമായ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ അദ്ദേഹം നമ്മോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട സുന്നിസുണ്ട്, ധാരാളം ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട
ഷംസുദ്ദീൻ ഫൈദി ഉസ്താദാണ് ആദ്യമായി മൈക്കിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വരാം. തൽക്കാലം സുപ്രഭാതത്തിന്റെ പേര് കേൾക്കുമ്പോ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ ചിലപ്പോ വല്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. സോറി, ഐ ആം റിയലി സോറി. സുപ്രഭാതം വന്നിരിക്കുന്നു, സുപ്രഭാതം വന്നിരിക്കുന്നു, സുപ്രഭാതം വിടർന്നിരിക്കുന്നു സോദര. അതുകൊണ്ട് നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറ്റി നിങ്ങൾ ജാഗരൂകരാവുക, ഈ പടയണിയിൽ അണിചേരുക, സുപ്രഭാതത്തോടൊപ്പം മുന്നോട്ടു പോകാൻ നിങ്ങളും ശ്രമിക്കുക എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. സുപ്രഭാതത്തിന്റെ അനൽപമായ ഈ സന്തോഷത്തിന്റെ അനൽപമായ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദി ഉസ്താദ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറായി നമുക്കായി പ്രത്യേകം തന്നെ അദ്ദേഹം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എന്നാ പിന്നെ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയുടെ അല്ലേ, അതല്ലേ അമീർ സാഹിബ്? മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ SKICR-ലെ പിന്നെ നമ്മുടെ പ്രവർത്തക ശ്രോതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള പ്രത്യേക വോയിസിന് വേണ്ടി അബ്ദുള്ള തോട്ടക്കാടിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് സെപ്റ്റംബർ 1 കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ദിവസമാണ് സെപ്റ്റംബർ 1. 2014 സെപ്റ്റംബർ 1 മലയാള പത്രലോകത്തേക്ക് സുപ്രഭാതമെന്ന പുതിയ ഒരു പത്രം കടന്നു വന്നത് 2014 സെപ്റ്റംബർ 1 ഒരു വർഷം ഇന്നേക്ക് ഈ ചരിത്ര സംഭവത്തിന് പൂർത്തിയാവുകയാണ്. മലയാളിയുടെ പത്ര വായന രംഗത്തേക്ക് പുത്തൻ കാഴ്ചകളുമായി കടന്നു വന്ന സുപ്രഭാതം വിജയകരമായി അതിന്റെ ഒരു വർഷം പൂർത്തിയാക്കിയ സന്തോഷത്തിന്റെ വേളയിലാണ് കേരളത്തിലെ മുസ്ലിം സമാജം. കേരള മുസ്ലിങ്ങളുടെ ഇന്നു കാണുന്ന സകലമാന ഐശ്വര്യത്തിന്റെയും പിന്നിലെ ചാലകശക്തിയായ സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ ഉടമസ്ഥതയിൽ പത്രലോകത്തേക്ക് കടന്നുവന്ന സുപ്രഭാതം ഒരു വർഷം വളരെ വിജയകരമായി പൂർത്തിയാക്കി 2ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പരിമിതമായ കാലയളവ് കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികളായ വായനക്കാരുടെ പൂർണ്ണമായ പ്രശംസയും ആശീർവാദവും ഏറ്റുവാങ്ങാൻ സുപ്രഭാതത്തിന് സാധ്യമായി എന്നത് അള്ളാഹുവിനെ 1000 തവണ സ്തുതിച്ചുകൊണ്ട് സ്മരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സംസ്ഥാന ജമിയത്തുൽ ഉലമാക്ക് കീഴിൽ ഒരു പത്രമെന്ന ആശയത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ ഉടമസ്ഥതയിൽ സുപ്രഭാതം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കടന്നു വന്നപ്പോൾ പത്രലോകത്ത് വലിയ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഇതിന്റെ പ്രയാണം തുടങ്ങുന്നത് തന്നെ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. പത്രമിറങ്ങുന്നതിന് മുമ്പ് തന്നെ, സെപ്റ്റംബർ 1 മുമ്പ് തന്നെ 6 ലക്ഷം വരിക്കാരെ ചേർത്തുകൊണ്ട് കേരളത്തിലല്ല
ഇന്ത്യയിലല്ല ലോകത്തിനടുത്തും നടക്കാത്ത വിധം സർക്കുലേഷനുമായി കൊണ്ടാണ് ഈ പത്രം കടന്നു വരുന്നത്. അതോടൊപ്പം കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരേ സമയം ഒരൊറ്റ ദിവസം കൊണ്ട് 6 എഡിഷനുകളിൽ നിന്നുകൊണ്ട് പത്രം പുറത്തിറങ്ങുന്നു എന്നതാണ്. കേരളത്തിലെ മുൻനിര പത്രങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയുമൊക്കെ അതിന്റെ ആദ്യത്തെ എഡിഷനുകൾ പുറത്തിറങ്ങി പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് എഡിഷനുകൾ പുറത്തിറങ്ങിയത് എന്ന് വരുമ്പോൾ സുപ്രഭാതം അതിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ 6 കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് പുറത്തിറങ്ങി എന്നത് നിസ്സാരമായ കാര്യമല്ല. സുപ്രഭാതത്തിന്റെ വരിക്കാരുടെ എണ്ണം, അതിന്റെ കെട്ടും മട്ടും, അതിന്റെ ഉള്ളടക്കം, അത് നൽകുന്ന സന്ദേശം, സർവോപരി അതിന്റെ സംഘാടനം ശത്രുക്കളെപ്പോലും സുപ്രഭാതത്തിനെ അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഈ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യമായി? എന്തുകൊണ്ട് ഇത്രമാത്രം മദ്രസകൾ, ഇത്രമാത്രം കോപ്പികൾ ഇത്ര കേന്ദ്രങ്ങളിൽ നിന്ന് അടിച്ചിറക്കാൻ നമുക്ക് സാധ്യമായി? അള്ളാഹുവിന്റെ തൗഫീഖാണ്, അള്ളാഹുവിന്റെ സഹായമാണ്. മുമ്പേ നടന്നുപോയ മഹത്തുക്കൾ ചെയ്ത ത്യാഗത്തിന്റെയും പ്രയാസത്തിന്റെയും ഒക്കെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുപ്രഭാതം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എന്നത് ഈ സമയത്ത്, ഈ അവസരത്തിൽ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പത്രത്തിനു വേണ്ടി പത്രമുണ്ടാക്കിയതല്ല. വ്യക്തമായ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്, വ്യക്തമായ ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. സുപ്രഭാതത്തെ സംബന്ധിച്ചുകൊണ്ട് സുപ്രഭാതം പുറത്തിറങ്ങുമ്പോൾ തന്നെ അതിന്റെ ക്യാപ്ഷനായി കൊടുത്തത് വിളി കേൾക്കാൻ, വിളിച്ചുണർത്താൻ എന്നതായിരുന്നു. സമുദായത്തിന്റെ വിളി കേൾക്കാൻ, സമൂഹത്തിന്റെ വിളി കേൾക്കാൻ, രാജ്യത്തിന്റെ പ്രശ്നങ്ങളുടെ വിളി കേൾക്കാൻ എന്നും മുമ്പിലുണ്ടാകുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നുവന്ന സുപ്രഭാതം പലരെയും വിളിച്ചുണർത്തേണ്ടതുണ്ടായിരുന്നു. സമുദായത്തെ വിളിച്ചുണർത്തേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ വിളിച്ചുണർത്തേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. രാജ്യത്തെ പൊതുസമൂഹത്തിന് വിളിച്ചുണർത്തേണ്ട കാര്യങ്ങളെല്ലാമുണ്ട്. അവയ്ക്കെല്ലാമുള്ള പരിഹാരമായിക്കൊണ്ടാണ് സുപ്രഭാതം കടന്നു വന്നത്. വിളി കേൾക്കാൻ, വിളിച്ചുണർത്താൻ എന്ന പ്രമേയമായി കടന്നുവന്ന സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൌത്യ നിർവഹണ രംഗത്ത് ഒരു വർഷക്കാലം കൊണ്ട് തന്നെ നിറഞ്ഞ സാന്നിധ്യമായി മാറാൻ, നിറഞ്ഞ പങ്കാളിത്തം നേടിയെടുക്കാൻ ഈ പുതിയ പത്രത്തിന് സാധ്യമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്തുകൊണ്ട് ഈ ഒരു അംഗീകാരം ലഭ്യമായി? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹുവിന് മുമ്പിൽ വിനയാന്വിതരാവേണ്ട സന്ദർഭമാണിത്. പടച്ച റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു നിയമത്താണ് ഈ പത്രമെന്നത്. കാരണം വലിയ പ്രൊഫഷണൽ സ്വഭാവമോ സംഘാടക മികവോ അല്ലെങ്കിൽ പത്രമാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളോ ഒന്നുമില്ലാത്തൊരു പ്രസ്ഥാനത്തിന് ഇത്രമേൽ വിജയകരമായ ഒരു പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ചിലർക്കൊക്കെ ചില ധാരണകളുണ്ടായിരുന്നു. അവരൊന്നിനും കൊള്ളരുതാത്തവരെന്നും, അവരൊന്നും കാര്യഗൗരവമില്ലാത്തവരെന്നും, അവരൊന്നും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിഭാഗമാണെന്നുമൊക്കെ ആക്ഷേപിച്ച ആളുകളുടെ മുമ്പിലേക്കാണ് സുപ്രഭാതം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പത്രം കടന്നു വന്നപ്പോൾ പലരും ആശങ്കിച്ചിരുന്നു, ഈ പത്രം 3 മാസം പോലും മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. 6 മാസം ആയുസ് കൊടുത്തവരുണ്ടായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം ഒരു പ്രതിസന്ധിയുമില്ലാതെ ഈ പത്രം മുന്നോട്ട് പോയി. എന്തേ പത്രം മുന്നോട്ട് പോകാനുണ്ടായ കാരണം? ഈ പത്രത്തിന്റെ ലക്ഷ്യമാണ്, ഈ പത്രത്തിന്റെ ഉദ്ദേശ്യമാണ്. ഇത് സംശുദ്ധമാണ്. ഇതിന്റെ പിന്നിലെ കരങ്ങൾ, ഒരു ജീവിതത്തിൽ ഒരു കറുത്ത പാട് പോലും ഒരിക്കൽ പോലും ഉണ്ടാവാത്ത മഹാന്മാരായ മഹത്തുക്കളാണ് സുപ്രഭാതത്തിന്റെ പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അപാരമായ സഹായം ഇവിടെ ലഭ്യമായി. ഇവിടെ സുപ്രഭാതം കഴിഞ്ഞു പോയ നാളുകളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, ഒരു വർഷക്കാലത്തെ ഈ പത്രത്തിന്റെ താളുകളെടുത്ത് പരിശോധിച്ചാൽ സുപ്രഭാതം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചവർക്ക് ഉത്തരം ലഭ്യമാകും. വേദനിക്കുന്നവന്റെ വേദന കേൾക്കാൻ, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസമകറ്റാൻ, പ്രാന്തവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ അധസ്ഥിതരായ ആളുകൾ ഉൾപ്പെടെയുള്ളവരെ, പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സമുദ്ധാരണത്തിന്റെ മാർഗരേഖ പ്രഖ്യാപിക്കാൻ സുപ്രഭാതത്തിന്റെ ലക്ഷ്യങ്ങൾ ഒരുപാടായിരുന്നു. ആളില്ലാത്തവൻ ആളാകാൻ, തുണയാകാൻ, കേൾക്കാൻ മനസ്സില്ലാത്ത ലോകത്ത് കേൾക്കാൻ, കേട്ടത് സമൂഹത്തിനോട് വിളിച്ചു പറയാൻ, ആവശ്യങ്ങൾ എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് സമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട്
പൊതുസമൂഹത്തിലെ ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആവശ്യമായ സർക്കാർ തലത്തിലും അല്ലാതെയും ആവശ്യമായ ശ്രദ്ധ പതിപ്പിക്കാം തുടങ്ങി വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ മേഖലകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സുപ്രഭാതം മുന്നോട്ട് പോയത്. കഴിഞ്ഞ കാലങ്ങളിൽ സുപ്രഭാതത്തിന്റെ ലക്കങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇക്കാര്യം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം സുപ്രഭാതത്തിൽ വലിയൊരു ദൌത്യമുണ്ടായിരുന്നു. പരിഗണിക്കപ്പെടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സമുദ്ധാരണ പ്രവർത്തനം. ആ സമുദ്ധാരണ പ്രവർത്തനത്തിന്റെ മേഖലയിൽ സുപ്രഭാതത്തിന് ഏറെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരും പറയാൻ മടിച്ച കാര്യങ്ങൾ, പല കാരണങ്ങളാൽ പറയാൻ മടിച്ച കാര്യങ്ങൾ അത് വെട്ടിത്തുറന്ന് സുപ്രഭാതത്തിന് പറയാൻ സാധ്യമായി. നാദാപുരം സംഭവമുണ്ടായപ്പോൾ നാദാപുരത്തിന്റെ ഉള്ളറകളിലൂടെ കടന്നു ചെന്നുകൊണ്ട് നാദാപുരത്ത് നടന്ന നരനായാട്ടിനെ സംബന്ധിച്ചുകൊണ്ട് അവിടെ നടന്ന താണ്ഡവത്തെക്കുറിച്ചുകൊണ്ട് കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ സുപ്രഭാതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം വളരെ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിന്റെ സാന്നിധ്യം എന്ത് എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ ഉത്തരമാണ് അറബിക് സർവകലാശാല. അറബിക് സർവകലാശാല നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അറബിക് സർവകലാശാലയ്ക്ക് പിന്നിൽ നടന്ന കള്ളക്കരങ്ങൾ, വെട്ടിപ്പുകൾ, അതുപോലെ തന്നെ സ്വജനപക്ഷപാതങ്ങൾ, വർഗീയ ബ്യൂറോക്രസിയുടെ വർഗീയത സമൂഹത്തിന് മുമ്പിലേക്ക് വെട്ടിത്തുറന്നു പറഞ്ഞുകൊണ്ടുവരാൻ സുപ്രഭാതത്തിന് സാധ്യമായി. അറബിക് സർവകലാശാല വന്നാൽ നമ്മുടെ രാജ്യത്ത് സാമുദായിക ലഹളയുണ്ടാകുമെന്ന് പ്രവചിച്ച എന്ന് നോട്ടെഴുതിയ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് IAS-കാരന്റെ ആ വെളിപാടില്ലാത്ത വാക്കുകൾ സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചത് സുപ്രഭാതമായിരുന്നു. ഈ അറബിക് സർവകലാശാല എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സുപ്രഭാതം നേരിട്ടേറ്റെടുത്തു. 5 മുസ്ലിം പത്രങ്ങൾ ഉണ്ടായിട്ടുകൂടി എല്ലാ പത്രങ്ങളും അതിനോട് വിമുഖത കാണിച്ചപ്പോൾ, അവരൊക്കെയും ഭയപ്പെട്ടപ്പോൾ സധൈര്യം ഈ വിഷയം നേരിട്ടേറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായും സുപ്രഭാതം അത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുപ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം വന്നുപോയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ പറഞ്ഞ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തിന്, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പങ്ക്, ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ്. ആ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലാണ്, അവിടുത്തെ ഭാഷയാണ് അറബി. ആ അറബി ഭാഷ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി വന്നാൽ അത് രാജ്യത്ത് വലിയ വിഘാതമുണ്ടാക്കും, വലിയ ലഹളയുണ്ടാക്കും, വർഗീയ ലഹളയ്ക്ക് നിമിത്തമാകുമെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത വിധത്തിൽ എഴുതി വെച്ചുവെങ്കിൽ അത് സമൂഹത്തിന് മുമ്പിലേക്ക് അതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്താൻ സുപ്രഭാതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. ഈ അറബിക് സർവകലാശാല നമ്മുടെ ലക്ഷ്യമാണ്. അത് നേടിയെടുക്കുക എന്നത് സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ ദൌത്യ നിർവഹണത്തിൽ സുപ്രഭാതം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ പൊതുവായ ആവശ്യങ്ങൾ, സമുദായത്തിന്റെ ആവശ്യങ്ങൾ, സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ, പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് സുപ്രഭാതം അതിന്റെ ദൌത്യവുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പത്രത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തകർക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ ഈ സമീപകാലത്ത് നടക്കുകയുണ്ടായി. തുടക്ക സമയത്ത് തന്നെ ചില ഓൺലൈൻ പത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പത്രത്തിനെതിരെ അപവാദ പ്രചരണം നടന്നു. 1-ാം വർഷം നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് വരിക്കാരെ ചേർക്കുന്ന ക്യാമ്പയിൻ നടക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് വീണ്ടും ഇതുപോലെയുള്ള അപവാദ പ്രചരണങ്ങളുമായി ചില ഓൺലൈൻ പത്രങ്ങൾ രംഗത്ത് വന്നു. നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന ആരോപണമായിരുന്നു അതിനുവേണ്ടി പറഞ്ഞിരുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടു. ഇതിന്റെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യമായിരുന്നു ശത്രുക്കൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ നമുക്ക് സാധ്യമാകും, സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി എന്നല്ല ഒരു പ്രതിസന്ധിയുമില്ല. ഇത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമാണ്. അതുകൊണ്ട് തന്നെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമാകുമ്പോൾ ഇത് ബിസിനസ് അല്ല, കച്ചവടമല്ല. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ പുറത്തിറങ്ങുന്ന ഒരു പത്രം എന്ന നിലയ്ക്ക് സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കരുത്തുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്കൊട്ടും സംശയമില്ല. അതേസമയത്ത് സുപ്രഭാതത്തിൽ നിർവഹിക്കാനുള്ളത് അത് കേവലം സംസ്ഥയുടെ നേതൃത്വത്തിലുള്ള പത്രമാണ് എന്നതുകൊണ്ട് അതൊരു സംഘടനാ പത്രം എന്ന അർത്ഥത്തിലല്ല നമ്മൾ വിഭാവനം ചെയ്തത്. ഈ പത്രത്തിന്റെ പിന്നിൽ നമ്മൾ
ഉദ്ദേശിക്കുന്നത് ഇത് പൊതുപത്രമാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുസമൂഹത്തിന് മുഴുവനായും അവകാശപ്പെടാവുന്ന ഒരു പത്രം. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ നമ്മുടെ ഭരണാധികാരികളുടെ മുമ്പിലേക്ക് സമർപ്പിക്കേണ്ടത്, ആ വിധത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത്, ആ വിധത്തിൽ ആ ദൌത്യം നിർവഹിച്ചുകൊണ്ടാണ് സുപ്രഭാതം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ധാർമ്മികമായ ജീവിതത്തിന് പ്രചോദനമേകുന്ന വിധത്തിലുള്ള ഉള്ളടക്കങ്ങളാണ് ഇതിൽ നാം ഉൾപ്പെടുത്താറുള്ളത്. നമ്മുടെ പോളിസിയുടെ ഭാഗമായിക്കൊണ്ടുള്ള പ്രധാനമായ ഒരു ഭാഗമാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാപ്രഭാതം എന്ന് പ്രത്യേകമായി ആഴ്ചയിൽ 5 ദിവസം ഓരോ പേജ് വേഗം നീക്കിവെച്ചുകൊണ്ട് വിദ്യാപ്രഭാതം, ആയിരക്കണക്കിന് സ്കൂളുകളിൽ ഇന്ന് ഈ പത്രം, ഇത് സ്നേഹപൂർവ്വം സുപ്രഭാതം എന്ന പദ്ധതി പ്രകാരം നമ്മുടെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ ഈ പത്രം ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹപൂർവ്വം സുപ്രഭാതമെന്ന് അവരുടെ വിദ്യാപ്രഭാതം എന്ന പേരിൽ അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാഠങ്ങൾ, അതുപോലെ തന്നെ ലേഖനങ്ങൾ ഈ പത്രത്തിൽ വരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ അംഗീകാരം പരിമിതമായ സമയത്തിനകം സുപ്രഭാതം നേടിക്കാൻ സാധ്യമായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്നും സുപ്രഭാതത്തോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ളത് മഹത്തുക്കളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സഹായം ഈ സുപ്രഭാതത്തിനുണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയേറെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ആദ്യമേ 6 എഡീഷനുകളോടുകൂടി ഇറങ്ങുക, 6 ലക്ഷത്തോളം വരിക്കാരുമായി ഇറങ്ങുക, ഇതൊരു മഹാസംഭവം തന്നെയാണ്. മറ്റൊരു പത്രങ്ങൾക്കും ഇതുവരെ ലഭ്യമല്ലാത്തൊരു സംഭവം. മലയാള മനോരമയും മാതൃഭൂമിയുമൊക്കെ പിന്നീട് ദശാബ്ദങ്ങൾക്ക് ശേഷം പുതിയ എഡിഷനുകൾ തുടങ്ങിയപ്പോൾ ഒറ്റ ദിവസം ഈ 6 എഡീഷനുകളിൽ നിന്ന് 6 ലക്ഷം വരിക്കാരിലൂടെ ഈ പത്രം പുറത്തിറങ്ങി എന്നത് നിസ്സാരമായ കാര്യമല്ല. ഇൻഷാ അല്ലാഹ് 1 ലക്ഷം പുതിയ വരിക്കാരെ കൂടി ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്യാമ്പയിൻ പ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഗൾഫിലെ സഹോദരങ്ങൾ. ഈ പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ സംഘാടകർ സമീപിക്കുമെന്ന നേതാക്കൾ സമീപിച്ചപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ച് ഇതിനാവശ്യമായ സാമ്പത്തികം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തെന്ന് പ്രവാസി സഹോദരങ്ങൾ. അതോടൊപ്പം ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ആദരണീയരായ ഉസ്താദുമാർ, ഏകദേശം 10,000-ഓളം വരുന്ന മദ്രസകളിലെ 1,00,000-ഓളം വരുന്ന അധ്യാപകർ ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട്, ഇതിന്റെ ക്യാമ്പയിൻ പ്രവർത്തനം നേതൃത്വം നൽകിക്കൊണ്ട്, വരിക്കാർ ചേർക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു. എല്ലാവരുടെയും പ്രവർത്തനം ഒത്തുചേർന്നപ്പോൾ ഇതൊരു മഹാസംഭവമായി. മലയാളിയുടെ പുലർക്കാലത്ത് മലയാളിക്ക് സുപ്രഭാതം ഒരു വരദാനമായി അല്ലാഹു തആല നൽകിയതാണ്. ഇന്ന് ഇതിന്റെ ഇതിന്റെ പ്രയാണം 1 വർഷം പൂർത്തിയാക്കുന്ന സന്ദർഭമാണുള്ളത്. അല്ലാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ മഹിതമായ പ്രസ്ഥാനത്തെ, ഈ മഹിതമായ സ്ഥാപനത്തെ, ഈ പത്രത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് നടത്താം. കാരണം ഈ സുപ്രഭാതത്തിൽ ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇത് സമുദായത്തിന്റെ അല്ലെങ്കിൽ അതോടൊപ്പം സമൂഹത്തിന്റെ ഇത് പരിചയമാണ്. സമൂഹത്തിനും സമുദായത്തിനും നേരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള പരിചയമായിക്കൊണ്ട് ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതോടൊപ്പം സമുദായ സൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ, സമുദായത്തിനകത്ത് ഐക്യം ഒരുമയും ഊട്ടിയുറപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സുപ്രഭാതത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധ്യമാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സുപ്രഭാതത്തിന്റെ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടോപാറ സുപ്രഭാതത്തിന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള, അതിന്റെ ഉയർച്ചയുടെ പിന്നിലുള്ള ഏറ്റവും വലിയ ചാലക ശക്തിയാണ് ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടോപാറ. SKSF-ന്റെ മുൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. വളരെ ആത്മാർത്ഥതയുള്ള ഒരു സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇനി ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈലി, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈലിയുടെ അതുണ്ട്. അമീർ സാഹിബ് നെക്സ്റ്റ് ആരാണ്? അമീർ സാഹിബ് ഇൻഷാ അല്ലാഹ് അദ്ദേഹം മൈക്കിൽ വരും. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും സുപ്രഭാതത്തിന്റെ ഈ ഉയർച്ചയിലുള്ള ഈ സന്തോഷത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആശംസകൾ അർപ്പിക്കണം, വിഷയങ്ങൾ അവതരിപ്പിക്കണം. കുവൈത്തിൽ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈലി ഉസ്താദ് അവറുകളുണ്ട്. അദ്ദേഹം മൈക്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇൻഷാ അല്ലാഹ് അതിന് മുമ്പായി നമ്മുടെ അമീർ സാഹിബ് മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുസ്തഫ മാഷ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഇൻഷാ അല്ലാഹ് സമദ് ഫൈൽ ഉസ്താദിന്റെ വോയിസുകൾ നമ്മൾ കേട്ടു. ഇനി അടുത്ത ശംസുദ്ദീൻ ഫൈൽ ഉസ്താദ്, ശേഷം അബ്ദുൽ ഹമീദ് ഫൈൽ ഉസ്താദ്, അതിനുശേഷം കരീം ഫൈൽ ഉസ്താദ്, പിന്നെ മുജീബ് റഹ്മാനി ഒക്കെ സംസാരിക്കും. മറ്റുള്ളവരോ പ്രവർത്തകരൊക്കെ സംസാരിക്കും. ശംസുദ്ദീൻ ഫൈൽ ഉസ്താദ് കേൾക്കുന്നില്ലേ? ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് സമദ് ഫൈൽ ഉസ്താദാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകരെയും അനുഭാവികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരഭിലാഷം പൂർത്തിയായതിന്റെ ഒരാണ്ട് പിന്നിടുന്ന ദിവസത്തിലാണ് നമ്മളുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു പത്രത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നവർക്ക് കൃത്യമായി മറുപടി നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം സുപ്രഭാതം പത്രം അതിന്റെ ജൈത്രയാത്ര മുന്നോട്ട് നീക്കിയത്. ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പ്രധാനപ്പെട്ട ഉസ്താദുമാരുടെയും നേതാക്കന്മാരുടെയും ആശംസ ഇവിടെ വരാനുണ്ട്. കേരളത്തിലെ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അംഗവും പ്രമുഖ ചിന്തകനും പത്രപ്രവർത്തകനുമൊക്കെയായ CP ജോൺ ഇന്ന് സുപ്രഭാതത്തെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ന്യൂനപക്ഷ സമുദായത്തിന് കീഴിലാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിലും എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യത കൽപ്പിക്കുന്ന പത്രമാണ് സുപ്രഭാതം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് സുപ്രഭാതം ആദ്യം കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ഒരുപാട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം സംസാരം അവസാനിപ്പിക്കുന്നത് മറ്റു പത്രങ്ങളെയൊക്കെ അപേക്ഷിച്ച് സുപ്രഭാതത്തിലെ വാർത്തകൾക്ക് ഒരു പൂർണ്ണതയുണ്ട് എന്നാണ്. വാർത്തകളുടെ പിന്നിലുള്ള സത്യാവസ്ഥ അന്വേഷിച്ചു പോയപ്പോൾ 100% സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് സുപ്രഭാതത്തിൽ വരുന്നതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒരു അശ്ലീല പദപ്രയോഗവും കഴിഞ്ഞ ഒരു വർഷമായി പത്രത്തിൽ വന്നു കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ, സമസ്തയുടെ ഒരു നേതാവല്ല, ഒരു മുസ്ലിം പോലുമല്ലാത്ത ഈ പത്രത്തോട് ഒരു തരത്തിലും ഒരു കടപ്പാടുമുണ്ടാകാൻ സാധ്യതയില്ലാത്ത കേരളത്തിലെ പത്രമാധ്യമങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ എന്ന നിലക്ക് ആ വാക്കുകൾക്ക് വലിയ വില നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വളരെ അത്ഭുതത്തോടെ കണ്ടിരുന്ന ഒരു കാര്യം നിങ്ങളും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രം തൊട്ട് ഈ അടുത്ത് പുറത്തിറങ്ങിയ പത്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പത്രലോകം മുഴുവനും ഇത്രത്തോളം ഭയപ്പാടോടുകൂടി നോക്കിക്കണ്ട ഒരു പത്രം കേരളത്തിലുണ്ടായിട്ടില്ല. സുപ്രഭാതത്തിന്റെ പിറവി എത്രത്തോളമാണ് കേരളത്തിലെ പത്രലോകത്തെ ഭയപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, ഇന്നും അതിന്റെ ഭയപ്പാടിൽ നിന്ന്, ആ മുട്ടുകറക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നും കേരളത്തിലെ പത്രലോകങ്ങൾ
രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ചരിത്രത്തിൽ ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിൽ സുപ്രഭാതം പുറത്തിറങ്ങുന്നു എന്ന് കേട്ടപ്പോ മറ്റുള്ള ഒരുപാട് മുത്തശ്ശിപത്രങ്ങൾ അവരുടെ മാസങ്ങളും വർഷങ്ങളുമൊക്കെ അവരുടെ പത്രങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ, ഫ്രീ ആയിട്ട് വീടുകളിലേക്ക് എത്തിക്കാൻ ക്യാമ്പയിൻ നടത്തുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സുപ്രഭാതത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ മദ്രസയിലെ അധ്യാപകർ, പത്രരംഗത്ത്, പത്രവിതരണ രംഗത്ത് പോലും യാതൊരു പരിചയവുമില്ലാത്ത നമ്മുടെ ഉസ്താദുമാർ സുപ്രഭാതത്തിന്റെ പ്രചരണത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് വലിയ വലിയ പത്രങ്ങളുടെ പത്രമുതലാളിമാരെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ മഹല്ലത്തുകളിലുമുള്ള വീടുകളിൽ വലിയ വലിയ നേതാക്കന്മാർ കയറിയിറങ്ങി അവരുടെ വീടിന്റെ കോലായി നിരങ്ങിക്കൊണ്ട് അവരുടെ പത്രങ്ങൾ വില കുറച്ചു മാത്രമല്ല ഫ്രീ ആയിട്ട് 6 മാസവും 1 വർഷവുമൊക്കെ കൊടുക്കാൻ തയ്യാറാകുന്ന അവസ്ഥ. കേരളത്തിൽ അതിന്റെ മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത ഒരു അനുഭവമാണത്. എന്തിനായിരുന്നു സുപ്രഭാതത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചവർക്കുള്ള ഏറ്റവും അവസാനത്തെ മറുപടിയാണ് അറബിക് സർവകലാശാലയുടെ പ്രശ്നത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. തുറന്നു പറഞ്ഞാൽ ചന്ദ്രികക്ക് പോലും തുറന്നു പറയാൻ സാധിക്കാത്ത കാര്യങ്ങളുടെ യാഥാർത്ഥ്യം വെട്ടിത്തുറന്ന് ആരെയും ഭയപ്പെടാതെ പറയാൻ സാധിച്ചത്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലും മറ്റെല്ലാ വിഷയങ്ങളിലും സുപ്രഭാതം മാത്രമാണ് എന്നുള്ളത് ശത്രുക്കൾ പോലും തുറന്നു സമ്മതിക്കുന്ന, എടുത്തു പറയുന്ന വസ്തുതയാണ്. ബാഹ്യശക്തികളുടെ നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായ പത്രപ്രവർത്തനം എന്നുള്ള അനിവാര്യമായ ഒരു ദൌത്യമാണ് സുപ്രഭാതം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അനിവാര്യമായ ഒരു അവസരത്തിലായിരുന്നു സുപ്രഭാതത്തിന്റെ പിറവി എന്നതുകൊണ്ട് തന്നെ അത് നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. സർവോപരി കേരളത്തിന്റെ നാനോന്മുഖമായ പുരോഗതിക്കും രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്കും ഒക്കെ സുപ്രഭാതത്തിന്റെ നിലനിൽപ്പും പുരോഗതിയും അനിവാര്യമാണ് എന്ന് നാൾക്കുനാൾ ആ പത്രം തന്നെ നമുക്ക് തുറന്ന് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് 6 ലക്ഷം വരിക്കാരും 6 എഡിഷനുമൊക്കെ ഉണ്ട് എന്ന് ഒരിക്കലും നാം അഹങ്കരിക്കുന്നില്ല. നാം അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, നാഥ, ഈ ഒരുപാട് ആഗ്രഹത്തോടുകൂടി ഞങ്ങളുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ ഒരുപാട് പ്രാർത്ഥിച്ചു ആരംഭം കുറിച്ച ഈ വലിയ പദ്ധതിയെ നീ ഒരു നാശത്തിനും ഒരു പോരായ്മക്കും ഇടയാക്കാതെ അതിനെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കാനുള്ള എല്ലാ വഴികളും സുപ്രഭാതത്തിന്റെ മുമ്പിൽ നീ എളുപ്പമാക്കി കൊടുക്കണേ എന്ന് നാം ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ ദുആ ചെയ്ത ഒരു ദുആ ഇത്തരുണത്തിൽ നാം എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. നാഥ, ഈ ഒരു ചെറിയ സംഘം ഇവർ ഇവിടുന്ന് നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന, നിന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകില്ല തമ്പുരാനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതുപോലെ, അല്ലാഹുവേ, സത്യം തുറന്നു പറയാൻ ആരെയും ഭയപ്പെടാതെ മുന്നോട്ടു വരുന്ന സുപ്രഭാതം ഇവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ സത്യം വിളിച്ചു പറയാൻ ഇവിടെ ആളില്ലാതായി പോകും റബ്ബേ. അതുകൊണ്ട് ഇതിനെ നിലനിർത്തണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തടസ്സങ്ങളും ഇതിന് തട്ടിനീക്കി മുന്നോട്ടു പോകാൻ, വിജയത്തിൽ നിന്ന്
വിജയത്തിലേക്ക് ആവേശത്തോടെ കുതിക്കാൻ എല്ലാ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വരുന്നു. എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ഈ ആഘോഷത്തിൽ കുവൈത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദി ഉസ്താദ് അവറുകളാണ് നമ്മോട് സന്തോഷം പങ്കുവച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ്, അതിനുശേഷം ബഹുമാനപ്പെട്ട കരീം ഫൈദി ഉസ്താദ്, സിദ്ദീഖ് കരിമ്പ്ര സാഹിബ് തുടങ്ങി ആളുകളൊക്കെ മൈക്കിൽ വരും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് ഉസ്താദ് സുപ്രഭാതത്തിന് വേണ്ടി രാവും പകലും നാട്ടിലും വിദേശത്തും ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് നമ്മോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അമീർ സാഹിബിനെ അതിന്റെ അമീർ സാഹിബിന്റെ ഐഡിയിലാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മാന്യ സഹോദരങ്ങളെ, പ്രസ്ഥാന ബന്ധുക്കളെ, നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിച്ച ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സുപ്രഭാതം ദിനപത്രം യാഥാർത്ഥ്യമായിട്ട് ഇന്നേക്ക് 1 വർഷം പൂർത്തിയാവുകയാണ്. അതിന്റെ ആഘോഷ പരിപാടികൾ അതേ വാർഷിക ദിനത്തിൽ തന്നെ കുറച്ച് ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നടത്തുന്നതിൽ സന്തോഷമുണ്ട്. അതിനേറ്റവും അർഹർ ക്ലാസ് റൂമിന്റെ ശില്പികൾ തന്നെയാണെന്ന് സാന്ദർഭികമായി അനുസ്മരിക്കട്ടെ. സത്യം പറഞ്ഞാൽ മുടി വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ് റൂം മുടി വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ് റൂം നേതൃത്വം നൽകിയ നിരന്തരമായ ചർച്ചയും പഠനങ്ങളും ചോദ്യോത്തരങ്ങളുമായിരുന്നു സംഘടനാ രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ പുതിയ സജീവത പകർന്നു തന്നത്. സുപ്രഭാതം ദിനപത്രം യാഥാർത്ഥ്യമാകുന്നതിൽ നിർണായകമായ ഒരു ഘടകമായി സംഘടനാ രംഗത്തെ ഈ ചലനാത്മകത പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം അനിഷേധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചർച്ച സംഘടിപ്പിക്കാൻ ഏറ്റവും അർഹർ തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂമിന്റെ ശില്പികൾ എന്ന് സാന്ദർഭികമായി അനുസ്മരിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഏറെ അനുഗ്രഹീതമായ ഒരു സംഘടനയാണ് എന്നതുകൊണ്ട് തന്നെ യഥോചിതം അതിനാവശ്യമാകുന്ന ഘട്ടങ്ങളിൽ ആവശ്യമായ പരിപാടികൾ തീരുമാനിച്ച് നടപ്പാക്കാൻ സാധിക്കാറുണ്ട്. അതിന്റെ ഭാഗം തന്നെയായിരുന്നു നമ്മുടെ സുപ്രഭാതം ദിനപത്രം. കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടിത ശക്തിയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പക്ഷെ നാം തീർത്തും ഏറ്റവും വലിയ ആയുധം നമ്മുടെ കയ്യിലുണ്ട്. ഫലപ്രദമായി ആവശ്യമാകുന്ന ഘട്ടത്തിൽ നാം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. സുപ്രഭാതത്തിനു മുമ്പ് മാധ്യമങ്ങളിൽ നമ്മുടെ വാർത്തകൾ ഇടം പിടിച്ചിരുന്നില്ല. വല്ലപ്പോഴും വല്ലതും വരികയാണെങ്കിൽ തന്നെ വളരെ ദുർബലമായ രൂപത്തിൽ മാത്രം. സുപ്രഭാതത്തോടുകൂടി സുപ്രഭാതത്തേക്കാൾ മികച്ച നിലയിൽ സുപ്രഭാതത്തോടുകൂടി ഇവിടെയുള്ള എല്ലാ പത്രമാധ്യമങ്ങളും സമസ്തയുടെയും ഘടകങ്ങളുടെയും വാർത്തകൾക്ക് സുപ്രഭാതത്തേക്കാൾ വലിയ പ്രാധാന്യം നൽകുന്നു എന്നത് തന്നെയാണ് നാം നേടിയ ഒന്നാമത്തെ വലിയ നേട്ടം. 1 വർഷം മുമ്പ് വിവാഹ പ്രായ പരിധി വിവാദം നടപ്പിലാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സമുദായ വിരുദ്ധർക്കനുസൃതമായി മുസ്ലിം യൂത്ത് ലീഗിലെയും MSFയിലെയും തന്നെ ചില പ്രധാനികൾ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടും പ്രതികരിച്ചുകൊണ്ടും രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ
ഒരു നീക്കം നടത്താനോ മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം ഏകീകരിക്കാനോ സാധിക്കാതെ അന്ന് കടന്നുപോയി. അതേസമയം സുപ്രഭാതത്തിന്റെ കാലയളവിൽ നിലവിളക്ക് വിവാദം വന്നപ്പോൾ ഇതുപോലെ മുസ്ലിം ലീഗിലെ ചില അഭിനവ മത പരിഷ്കരണവാദികൾ സമുദായ വിരുദ്ധരുടെ കയ്യടി വാങ്ങാൻ നിലവിളക്കിന് അനുകൂലമായി പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ സുപ്രഭാതം അതിന്റെ സുപ്രധാനമായ ദൌത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിച്ചതിനെ തുടർന്ന് ഈ രംഗത്ത് മുസ്ലിം ലീഗിൽ ശരീഅത്ത് വിരുദ്ധ അഭിപ്രായഗതിക്കാർ പിൻവാങ്ങേണ്ടി വരികയും മുസ്ലിം ലീഗ് പൊതുവായി ശരീഅത്ത് അനുകൂല നിലപാട് തീരുമാനമെടുക്കുകയും അത്തരം ആളുകൾ സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ പർദ്ദക്കെതിരെ ഉറഞ്ഞുതുള്ളിയപ്പോൾ അതിശക്തമായ പ്രതികരണവുമായി സുപ്രഭാതം വന്നപ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്ന് കണ്ട ഫസൽ ഗഫൂർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് തന്റെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യുകയും പറകോട്ട് പോവുകയും മൌനം പാലിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തത് ശ്രദ്ധ. ഇപ്പോൾ അറബിക് സർവകലാശാല വിഷയം കേരളത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. പാലോളി കമ്മീഷൻ ശുപാർശ ചെയ്യുകയും തുടർന്ന് UDF പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നടപ്പാക്കാനുള്ള നീക്കവുമായി നിയമാനുസൃതമായ നില മുന്നോട്ട് പോകുമ്പോൾ അത് പാറവെക്കുന്നതിനു വേണ്ടി മാണി മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് കൃത്യമായ നീക്കങ്ങളുമായി രംഗത്ത് വരുമ്പോൾ ശക്തമായ ചെറുത്തുനിൽപ്പുമായി സുപ്രഭാതം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അനന്തരഫലങ്ങൾ ഇൻഷാ അല്ലാഹ് കാണാനിരിക്കുന്നു. ഏതായാലും നമുക്ക് അഭിമാനിക്കാം. ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രഗത്ഭരായ ശില്പികൾക്കും നേതാക്കൾക്കും സ്ഥിരം ശ്രോതാക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മനിരതരായ പ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആയിൽ എല്ലാവരും പങ്കാളികളാക്കണമെന്ന് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഉണർത്തട്ടെ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ജാമിയ നുരിയ അറബിക് കോളേജിലെ 8ാം റൂമിൽ നിന്ന് ഉദിച്ചുയർന്ന് ഇന്ന് കേരളത്തിന്റെ പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പ്രവർത്തകന്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈളി അമ്പലക്കടവ് അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവിധ ശത്രുക്കളിൽ നിന്നും എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ചെറുപ്പം മുതൽ സമസ്തയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അൽഹംദുലില്ലാഹ്. ഇനി ബഹുമാനപ്പെട്ട കരീം ഫൈലി ഉസ്താദ് അവറുകൾ നമ്മോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലി പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. സുപ്രഭാതം, അതുപോലെ തന്നെ മുടിയൊക്കെ അതൊക്കെ ഇങ്ങനെ 7 ചീന്തെന്നൊക്കെ പറഞ്ഞ മാതിരി അതൊക്കെ തലനാരിഴ കീറി മുറിച്ച് പരിശോധിച്ച് സാധാരണക്കാരെ ആ വെള്ളം കുടിപ്പിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയത് SKICR ആണ്. ദാറുൽ ഹിന്ദ് പോലും അറിയാതെ അടിച്ചുപോയി. SKICRന് ഇത്ര ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് മനസ്സിലായി. വളരെ കറക്റ്റ് പോയിന്റാണ്. അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട മീർ ഫൈസ്താവ് പറഞ്ഞ പോലെ തന്നെ സുപ്രഭാതം. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എന്തേന്ന് പണി? സുപ്രഭാതം ഇറങ്ങാന്നുള്ള ചോദ്യത്തിന് മറുപടി പറയലും നമ്മളെ പണി. ഇന്ന് നമ്മൾ അതിന്റെ വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഇന്നതിന്റെ 1ാമത്തെ വാർഷിക ആഘോഷിക്കാണ്. എന്നാൽ പലർക്കും ആഗ്രഹമുണ്ട് പലതിന്റെയും വാർഷിക ആഘോഷിക്കാന്. കഴിയുന്നില്ലല്ലോ. ആഗസ്റ്റ് 29 എന്നാ ആഗസ്റ്റ് 30 എന്നാന്ന് പറഞ്ഞ കലണ്ടറിൽ വെട്ടിട്ട് നടന്നിരുന്ന ആൾക്കാരെ ഞമ്മക്കറിയാം. ഇവിടെ ചോദ്യക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സുപ്രഭാതം 1ാം വാർഷികം ആഘോഷിക്കുമ്പോ കരയാനല്ലാതെ മറ്റൊന്നിനും കഴിയാതെ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. നമുക്കവരെ പറ്റി പറയാൻ ഇപ്പൊ ടൈമില്ല. നമുക്ക് സുപ്രഭാതത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ
ബഹുമാനപ്പെട്ട കരീം ഫൈസി ഉസ്താദ് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ കഥാപ്രസംഗവും തുടർന്നുണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അമീർ സാഹിബ് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله ما بعد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, മറ്റ് സഹോദരന്മാരെ, സമദ് ഫൈസി പറഞ്ഞ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതല്ല, അതുകൊണ്ട് അത് എല്ലാവരും സഹിക്കേണ്ടതില്ല എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്, അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ആരും. സുപ്രഭാതത്തിനെ പറ്റിയിട്ട് മുമ്പ് എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, വണ്ടൂർക്കാരൻ. അദ്ദേഹം പറഞ്ഞു, ഒരു സിറാജ് കൈപിടിക്കുന്ന ഒരാളെ കണ്ടാൽ അവൻ ഏൽപ്പിക്കാനാണ് എന്ന് ഉറപ്പിക്കാം. ഒരു ചന്ദ്രിക കൈപിടിക്കുന്ന ഒരാളെ കണ്ടാൽ അത് ലീഗുകാരനാണ് എന്ന് ഉറപ്പിക്കാം. പക്ഷെ സുപ്രഭാതം കൈപ്പിടിക്കുന്ന ആള് ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ പേര് വല്ലാത്തൊരു അത്ഭുതമായി. സുപ്രഭാതം എന്നുള്ള പേര്, ആ പേര് വല്ലാത്തൊരു അത്ഭുതമായി പോയി. അതുകൊണ്ട് ഞാനും ഇനി പോയി നോക്കട്ടെ, നാട്ടിൽ പോകട്ടെ, എന്നിട്ട് അതിന്റെ വാർത്തകളൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്റെ വീട്ടിലും സുപ്രഭാതം വരുത്തണം എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഇതാണ് സത്യത്തില് നല്ലൊരു വിലയിരുത്തലാണത്. ഇത് ഈ മറ്റുള്ള ആളുകൾ, നമ്മുടെ ആളുകൾ എന്ത് പറയുന്നു, സമസ്തന്റെ പത്രക്കാരെ പറ്റി സമസ്ത എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. മറ്റുള്ള ആളുകൾ, അപ്പൊ ഇന്ന് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ, അത് തന്നെയാണ് നമ്മുടെ വിജയം. നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ ഭയപ്പാടുണ്ടായിരുന്നു സത്യത്തിൽ ഇറങ്ങിയപ്പോ, ഇത് സിറാജ് പോലെ ആയി തീരുമോ എന്നുള്ളൊരു പേടി. കാരണം വെറും സംഘടനാ വാർത്തകളും മറ്റുമായിട്ട് മാത്രം ഒതുങ്ങിക്കൂടുമോ, അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതേ സ്ഥാനത്ത് പൊതുപത്രമായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ഇന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും, അത് മാത്രമല്ല സമസ്ത ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇറങ്ങാൻ കുറച്ച് മടിയാണ്. നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യം അങ്ങനെയാണ്, ഏത് കാര്യത്തിനും ഇറങ്ങാൻ കുറച്ച് മടിയായിരിക്കും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആക്കിയിട്ടുണ്ടാവും. ഈ പത്രം ഇറങ്ങണം എന്ന് വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ ആഗ്രഹിച്ചതാണ്. ആഗ്രഹിക്കല്ല, വളരെയധികം അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ, അത് വിഷമം, അത് ഇറങ്ങാത്തതുകൊണ്ട് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമുക്കൊരു പത്രമില്ലാത്തൊരവസ്ഥ വരിക. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന സമയത്ത് ഇത് ഇറങ്ങണം എന്ന് വല്ലാതെ നമ്മൾ ആഗ്രഹിച്ചതാണ്. മാത്രമല്ല, ഇത് ഇറങ്ങുന്ന സമയത്ത് ഈ രൂപത്തിൽ ഇറങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതാണ്. ഒരുപാട് ആളുകൾ, ഹൈന്ദവ സഹോദരന്മാർ വരെ, കണ്ടമാനം ആളുകൾ ഇതിന്റെ വരിക്കാരുണ്ട് എന്നും, നമ്മുടെ ഇവിടെ താമസിക്കുന്ന ദാറുസലാമിൽ താമസിക്കുന്ന പലരും അവരുടെ നാടിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞു. അതിന് കാരണം പിള്ളാറുള്ള ഒരാൾ പറഞ്ഞു, ഈ ഹിന്ദുക്കൾ ഈ പത്രം വരുത്തുന്നുണ്ട്. അതിന് കാരണം ഉസ്താദുമാര് വീട്ടിൽ വന്ന്, ആദ്യമായിട്ടാണ് ഉസ്താദുമാർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു കാര്യത്തിന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വന്ന സന്തോഷം കൊണ്ട് ഞങ്ങൾ അതിൽ വരിക്കാരായി ചേർന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മൾ വളരെ സന്തോഷത്തിലാണ്. ഇത് നമ്മുടെ പവറല്ല, ഇത് നമുക്ക് നേതൃത്വം തരുന്ന നമ്മുടെ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ, നമ്മുടെ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ അൽഹംദുലില്ലാഹ് അവരുടെ കീഴിൽ അണിനിരന്നതുകൊണ്ടും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടുമുള്ള ഗുണമാണ്. അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാവട്ടെ. അനുദിനം അത് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു തആല ഉയർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹ്. ബഹുമാനപ്പെട്ട കരീം ഫൈസി, ഓരോരുത്തരും ഒന്ന് പറയുമ്പോഴാണല്ലോ അല്ലേ
ബഹുമാനപ്പെട്ട കരീം ഫൈസി ഉസ്താദിന്റെ ആ റൂമിലുണ്ടാകുന്ന ആ ഡ്രൈവറുടെ ആ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ആ വിലയിരുത്തൽ വല്ലാത്തൊരു വിലയിരുത്തലായി പോയി. അദ്ദേഹം വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. ഒരു സിറാജ് തൊക്കിൽ വെച്ചാൽ മനസ്സിലാക്കാം ഇത് മുടിയനാണ് എന്ന്, ഒരു ചന്ദ്രിക തൊക്കിൽ വെച്ചാൽ ഇത് ലീഗുകാരനാണെന്ന് മനസ്സിലാക്കാം. നേരെ മറിച്ച് സുപ്രഭാതം കയ്യിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും അതൊരു സമസ്തക്കാരനാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇത് പൊതുപത്രമായി മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തുകയും ഉയർത്തുകയും ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാഹിബ് അരിമ്പ്ര അവിടല്ലേ? സിദ്ദീഖ് സാഹിബ് അരിമ്പ്ര അവിടല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഈ വിഷയത്തിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനൊക്കെ കഴിയുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാഹിബ് അരിമ്പ്ര അവിടല്ലേ? സിദ്ദീഖ് സാഹിബ് അരിമ്പ്ര അവിടല്ല. അദ്ദേഹം മൈക്കിൽ വരുമായിരിക്കും. പോയോ? ഓ ശരി, അദ്ദേഹം പോയിട്ടുണ്ടാവും. ചിലപ്പോ അങ്ങനെ ഉണ്ടാവാം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള ആളുകളൊക്കെ മൈക്കിൽ, ഇനി ആര് മൈക്കിൽ വരുന്നുണ്ടാ? ഇല്ലേ? നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ദാറുൽ വല്ലതും പറയാനുണ്ടെങ്കിലൊക്കെ പറയട്ടോ. ഈ വിഷയവുമായിട്ടേ ദാറിന് വല്ലതും പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ദാറുൽ ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. ഉസ്താദുമാരെ, നമ്മുടെ സുപ്രഭാതം എന്ന ഒരു സുന്നി പത്രം സമസ്തയുടെ കീഴിലായി ഇറക്കിയിട്ട് 1ാമത്തെ വാർഷികം 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു സുന്നി പത്രം എന്ന നിലക്ക് ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും ആ പത്രത്തിന് നേരുന്നു. പക്ഷേ ആ പത്രത്തിൽ ഇനിയെങ്കിലും കുറച്ച് കള്ളത്തരം നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. കള്ളത്തരം റിപ്പോർട്ട് ചെയ്യരുത് എന്നൊരു ഉദ്ദേശമുണ്ട്. സുന്നികളെ പത്രം വളരട്ടെ, അത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈർ. അദ്ദേഹം നമ്മുടെ പത്രത്തിന് ആശംസകളൊക്കെ അർപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ജന്മനാലുള്ള ചില വാക്കുകളൊക്കെ ചിലർക്ക് പറയേണ്ടി വരുമല്ലോ, അന്നേരക്ക് അദ്ദേഹം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു അർഹതയോടുകൂടെ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം വളരെ നല്ല നിലയിൽ നമ്മുടെ പത്രത്തിന് അദ്ദേഹം ആശംസ അർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരട്ടെ. സ്ഥിരമായി റൂം വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഇവിടെ തന്നെയുള്ള അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ സന്തോഷങ്ങളും നേരുകയാണ്. അതോടൊപ്പം അദ്ദേഹം അതിനനുസരിച്ചുള്ള അദ്ദേഹത്തിനനുസരിച്ച് ഓരോന്നിനും ഓരോന്നേ ഉണ്ടല്ലോ, അപ്പൊ അതനുസരിച്ചുള്ള അദ്ദേഹം ആ ഒരു അദ്ദേഹം അത് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നെ പറയാതെ ആണല്ലോ. പണ്ടാര് പറഞ്ഞ ഒരു പുള്ളി മായൂലാറില്ലേ എന്ന പോലെ അത് അദ്ദേഹം ഇൻഷാ അല്ലാഹ് താമസിയാതെ അതൊക്കെ മാറി അദ്ദേഹം സത്യത്തിന്റെ പന്താവിലേക്ക്, കണ്ണിയത്ത് ഉസ്താദിന്റെയും ഷംസുൽ ഉലമയുടെയും പന്താവിലേക്ക് അദ്ദേഹം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിലും വലിയ ശക്തമായ വാദക്കാർ ഉണ്ടായിരുന്നു, അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ശക്തമായ വാദം ഉണ്ടാവണം, അപ്പോഴേ അവരൊക്കെ വരികയുള്ളൂ. അള്ളാഹു അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് മൈക്കിൽ വരും ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാനാവും എന്ന് തോന്നുന്നു. എസ് പ്രവാസം മൈക്കിൽ വരുന്നുണ്ടോ? ഏതായാലും ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാനായി എന്ന് തോന്നുന്നു. ഏതായാലും സുപ്രഭാതത്തിന്റെ സന്തോഷത്തിൽ നമുക്ക് അനൽപമായ ഈ സന്തോഷം ഈ വാർഷികാഘോഷത്തിലുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സഹായിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അമീർ സാഹിബിനെ മൈക്കിലേക്ക് ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഒരുപാട് ഉസ്താദുമാര് പങ്കെടുത്തു. ഇൻഷാ അല്ലാഹ് ഈ സെഷൻ നന്ദി പറയുന്നതിന് എസ് പ്രവാസമാണ്. അതിന്റെ മുമ്പ് ആർക്കെങ്കിലും ഇനി ആശംസ മുജീബ് റഹ്മാൻ കേൾക്കണ്ട?
ഇൻഷാ അല്ലാഹ് അടുത്ത പ്രോഗ്രാം ഹദ്ദാദാണ്. ഉസ്താദ് കരീം ഫൈലി ആണ് ഹദ്ദാദിന്റെ നേതൃത്വം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം ഒറ്റ വാക്കിൽ. ഏതായാലും ദാറുൽ ഹിന്ദ് ഞാൻ കഴിഞ്ഞ വർഷം സുപ്രഭാതം പരിപാടിക്ക് നേരിട്ട് കോഴിക്കോട് പങ്കെടുത്ത ആളാണ്. അന്ന് ബഹുമാനപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം വന്നിരുന്നു ആ പരിപാടിക്ക്. അപ്പൊ അന്ന് മൂപ്പർക്ക് ബെസ്റ്റ് പരിപാടിയുടെ ഒരു അവസരം കിട്ടിയത് സന്തോഷമായി. അതുപോലെ ദാറുൽ ഹിന്ദിന് നമ്മൾ ഒരു പ്രതിപക്ഷ ബഹുമാനം വെച്ചുകൊണ്ട് കൊടുത്തതാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും അതിൽ വിഷമിക്കേണ്ടതില്ല. മൂപ്പര് പൂർണ്ണമായും സുന്നത്തെ മാത്രം അംഗീകരിക്കുന്ന ആളാ. പക്ഷെ ചില വിഷയങ്ങളിൽ മൂപ്പർക്ക് ഇപ്പോഴും കൊണ്ട് മനസ്സ് ഉറച്ചിട്ടില്ലാന്നുള്ളൂ. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസങ്ങളിലോ മാസങ്ങളിലൊക്കെ ആയിട്ട് അദ്ദേഹം പരിപൂർണമായിട്ടും സമസ്തയിലെത്തും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ സെഷന്റെ നന്ദി പറയുന്നതിന് വേണ്ടി SKS പ്രവാസത്തെ ക്ഷണിക്കുന്നു. ശേഷം ഈ സെഷൻ അവസാനിപ്പിക്കാം. ദുആവസിയത്തോടെ നാളത്തെ ലൈവുകൾ ഇൻഷാ അല്ലാഹ് നാളെ പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയിൽ നിന്നും വലിയ പ്രഭാഷണമൊക്കെ വരാനുണ്ട്. അതുപോലെ രാത്രി 11:30 സമയം അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله رب العالمين. ബഹുമാനമുള്ള ഈ സെഷന്റെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട സമദ് ഫൈസി അവറുകളെ, അതുപോലെ തന്നെ സുപ്രഭാതത്തിന്റെ ഈ സുന്ദരമായ നിമിഷത്തിൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന ലോകത്തെ ഒരു പത്രത്തിനും ഇല്ലാത്ത വിധത്തിൽ വളർച്ചയും അതുപോലെ തന്നെ ഉയർച്ചയും ഉണ്ടാക്കി തന്ന ഒരുപാട് വരിക്കാര്, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് സ്തുതി അർപ്പിക്കുന്നതോടുകൂടെ ഈ സന്തോഷ നിമിഷത്തില് നമ്മോട് പങ്കുചേർന്ന ബഹുമാനപ്പെട്ട മുസ്തഫ മാഷർ മുണ്ടുപാറ, ബഹുമാനപ്പെട്ട സംസുദ്ദീൻ ഫൈസി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ തന്നെ ദാറുൽ ഹിന്ദ്, അമീർ സാഹിബ് പോലുള്ള നമ്മുടെ ഒരുപാട് സ്നേഹനിധികളായ, നമ്മുടെ വളർച്ചക്കും ഉയർച്ചക്കും നമ്മുടെ സമാധാനത്തിനും ശാന്തിക്കും എല്ലാത്തിനും നമ്മളോടൊപ്പം കൂടെയുള്ള, അതുപോലെ നമ്മുടെ പത്രത്തിന്റെയും ഒക്കെ എല്ലാമായ നമ്മുടെ നേതാക്കൾ, പ്രവർത്തകർ, എല്ലാവർക്കും നന്ദി പറയുവാനാണ് ബഹുമാനപ്പെട്ട അമീർ സാഹിബ് ഉണർത്തിയത്. ഈ സന്തോഷ നിമിഷത്തിൽ ഈ ഒരു സെഷന് നന്ദി പറയുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം സുപ്രഭാതം പത്രത്തിന്റെ വരിക്കാരെ ചേർക്കാന് കഴിഞ്ഞ വർഷം നാട്ടിൽ പോകുമ്പം അൽഹംദുലില്ലാഹ് അതിന് ആദ്യം മുതൽ അവസാനം വരെ നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമാണ്. അത് ഏത് സമയത്തും ഓർക്കുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചമാണ് ഉണ്ടാവുന്നത്. കാരണം ഓരോ വീടുകളിലേക്കും നമ്മൾ ചെല്ലുമ്പോൾ ഒരു വീട്ടുകാരും സഹോദര സമുദായങ്ങളായാലും ശരി, മുജാഹിദ് വീടുകളായാലും ശരി, ആരും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോഴും അത് പറയുമ്പം രോമാഞ്ചം ഉണ്ടാവുകയാണ്. ഞങ്ങൾ 2 ദിവസം ഞങ്ങളുടെ മദ്രസ ഏരിയയിൽ നടത്തിയ വരിക്കാരെ ചേർക്കൽ ഒരു വിശകലനം ചെയ്തു. അതിൽ ഓരോരുത്തർക്കും നമ്മുടെ സദർ ഉസ്താദ് ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ട് കരഞ്ഞുപോയി. കാരണം ഇത്ര ഒരു സംഭവം, ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടുകാരും വേണ്ട എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇന്നും അത് അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതിലാണ്. ഇന്നും കൂടുതൽ വരിക്കാരെ ചേർക്കണം. മനോരമയൊക്കെ പടിക്ക് പുറത്തിട്ട് സുപ്രഭാതത്തിന്റെ വരവിന് കാത്തു നിൽക്കുന്ന വീട്ടുകാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ നമ്മൾ സജീവമായ പ്രവർത്തകനും അദ്ദേഹത്തിനൊരു അതിനായിട്ട് സുപ്രഭാതത്തിന്റെ വിതരണത്തിനായിട്ടൊരു വണ്ടിയൊക്കെ വാങ്ങി വളരെ സജീവമായ പ്രവർത്തനവുമായിട്ട് നമ്മുടെ മദ്രസ ഏരിയയിൽ മഹല്ലത്തില് പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയും കൂടെ നിങ്ങൾക്ക് അറിയിക്കണം. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഈ സന്തോഷ നിമിഷത്തിലല്ലാതെ എവിടെയാണ് നമ്മളത് പറയാം. ഏതായാലും നന്ദി പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇനി പറയാതിരിക്കേണ്ട. നമുക്ക് ബഹുമാനപ്പെട്ട കരീം ഫൈസി ഹദ്ദാദിന്റെ ശേഷം
ഓപ്പൺ ഫോറവും ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് നമ്മുടെ പത്രത്തിന്റെ നമുക്ക് വലിയ ഒരു സന്തോഷമാണ്. എപ്പോഴും ചിന്തിച്ചാൽ, അതിൽ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ നേരത്തെ അമീർ സാഹിബ് പറഞ്ഞതുപോലെ അതിന്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്താല് അതൊരു പ്രത്യേകമായ ഒരു നിമിഷങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസങ്ങളായിരുന്നു, ഓരോ സമയങ്ങളായിരുന്നു. അതൊക്കെ എല്ലാവർക്കും ഒരു പത്രം വേണം, അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരു പത്രം വേണം. ഇനി അത് എന്താവണം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളങ്ങനെ കടന്നു ചെല്ലുന്നത്. അതായത് ഒരു പുതുമാരനെ എന്താണ് സ്വീകരിക്കാൻ വേണ്ടി വീട്ടുകാരൊക്കെ അല്ലെങ്കിൽ കല്യാണ പന്തലിലെ ആളുകളൊക്കെ നിൽക്കുന്ന ഒരു അവസരം എന്നതുപോലെ നമുക്കൊക്കെ തോന്നിയത്. എല്ലാവരും ചായയും വെള്ളവും ഒക്കെ നൽകി സ്വീകരിച്ചിരുത്തി സുപ്രഭാതത്തിന്റെ പത്രത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മളാ നോട്ടീസും വിവരം അടങ്ങിയ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷം. അതേ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും നമ്മുടെ ഈ മാധ്യമ രംഗത്ത് പ്രവർത്തകരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലും കുടുംബിനികളുടെ ഇടയിലും ഒക്കെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ ഇത് കേട്ട റേഡിയോ ശ്രോതാക്കൾ, നമ്മുടെ SKSR-ന്റെ കർമ്മധീരരായ പ്രവർത്തകർ, കർമ്മോത്സകരായ പ്രവർത്തകർ, അതുപോലെ തന്നെ റേഡിയോ ശ്രോതാക്കൾ, കുടുംബിനികൾ, കൂട്ടുകാർ, കുരുന്നുകൾ എല്ലാവരും ഈ നിമിഷത്തിൽ ഇത് കേട്ടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും പറഞ്ഞതും ഒക്കെ സ്വീകരിച്ച് ഇതേപോലെ ഇതിലും ഗംഭീരമായിട്ട് 2ാം വർഷവും ഒക്കെ ആഘോഷിക്കുവാനും നമുക്ക് അല്ലാഹുവിന് പ്രത്യേകമായി നന്ദി പറയുവാനും ഒക്കെയുള്ള സമയവും അതുപോലെ തന്നെ സന്ദർഭവും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനിക്കുകയാണ്. പിന്നെ സുപ്രഭാതമിടർന്നപ്പോൾ കെട്ടുപോയ ചില വിളക്കുകളുണ്ട്. അവർക്കിനി എന്ത് ചെയ്യണമെന്നറിയാതെ കലി കയറിയ ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കെട്ടുപോയിട്ട് ചില നാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ആടുകളൊക്കെ എന്തെങ്കിലും എഴുതിയിട്ട് ഓടിപ്പോകുന്നത്. ഓടിപ്പോകുമ്പോൾ കുരുത്തക്കേട് കൊണ്ട് വീണു പോവാതെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് അവരോടൊക്കെ നമുക്ക് ഉണർത്തുവാനുള്ളത്. ഹിദായത്തിന്റെ ഭാഗങ്ങളിലേക്ക് അള്ളാഹു അവരുടെ ഖൽബിനെ അടുപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ് അവർക്ക് വേണ്ടിയിട്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ പ്രാർത്ഥനകളെയൊക്കെ നിങ്ങളുടെ ആമീന്റെ ബർക്കത്തുകളെ കൊണ്ടൊക്കെ. കരീം ഫൈസൽ സാഹിബ് ശബ്ദം കേൾക്കുന്നുണ്ടോ? കരീം ഫൈസൽ സാഹിബ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹദ്ദാദ് തുടങ്ങാനാണ് ഇപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ന് കഥാപ്രസംഗം ഇല്ല എന്ന് പറഞ്ഞപ്പം ഒരു മൂഡില്ല കരീം ഫൈസൽ സാഹിബ്. നിങ്ങൾ കുറച്ച് സമയം ഇന്ന് നേരത്തെ ഞാൻ വൈകി വന്നപ്പോഴും നിങ്ങളിവിടെ ഉണ്ട്. മറ്റേ ഞാൻ വരുമ്പം പകുതിയൊക്കെ കഴിയാറുണ്ട്. അപ്പൊ ഇന്ന് തലമുതലെ കേൾക്കാന്ന് വിചാരിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും ഉസ്താദിന്റെ ഹദ്ദാദിന്റെ ശേഷം നമുക്ക് ഭാവി പരിപാടികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദ്ദാദിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയ 1-2 കാര്യം. നമ്മുടെ ദിലുവിനെ പോലത്തെ കുടിവെള്ളം കുടിച്ച് ബോധം പോയ ദിലു ഈ പത്രം ഇറങ്ങിയിട്ട് 1 വർഷം ആയിട്ട് ഇന്ന് വരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടെ അല്ലാതെ ഒരു പ്രാവശ്യം പോലും ഒരു വിഭാഗത്തിനെയും അത് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ പ്രതിപക്ഷ കക്ഷിയുടെ പത്രം ഒരു ദിവസമെങ്കിലും ചേളാരി വിഭാഗം എന്ന് പറയാത്ത ഒരു റിപ്പോർട്ട് പോലും അവരെഴുതാറും ഇല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ 2 വിഭാഗത്തിന്റെയും ഒരു സംസ്കാരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇതൊക്കെ ഞാൻ വിലയിരുത്തുന്നതല്ല, സാധാരണക്കാരായ ആളുകൾ വിലയിരുത്തുന്ന ഒന്നാണ്. സാധാരണക്കാർ അവരെ സിറാജെടുത്ത് വായിച്ചുകൊണ്ട് ചേളാരി വിഭാഗം, ചേളാരി സമസ്ത എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനത് മാന്യമായ രൂപത്തിൽ AP വിഭാഗം, കാന്തപുരം വിഭാഗം എന്ന് മാത്രമാണ് സുപ്രഭാതം ഇന്ന് വരെ ഇവരെ പറ്റി എഴുതിയിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വരുന്ന സമയത്ത് വന്ന് സുപ്രഭാതം കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഇന്നെന്റെ വീട്ടിലിട്ടിരിക്കുന്നത് മാതൃഭൂമിയാണ്. അപ്പൊ ഞാനെന്നാൽ ആ ഏജന്റിനെ മറന്നിട്ടതായിരിക്കും എന്ന് വിചാരിച്ചപ്പോ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടെന്നാണ് കേട്ടത്. അതായത് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആളുകൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഏജന്റുമാര് മനഃപൂർവ്വം മാറിയിടുക പത്രം. അത്രത്തോളം അവർ നമ്മുടെ പത്രത്തിനെ പേടിക്കുന്നു എന്ന്. അങ്ങനെയൊക്കെ ഉള്ള അത്രമാത്രം നമ്മുടെ പത്രത്തിനെ അവർ പേടിക്കുന്നു. അതൊക്കെ ഇതിന് കാരണമാണ്. അതായത് ഈ പത്രത്തിന്റെ വളർച്ചയുടെ കാരണം തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ.
ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ആ പത്രത്തിനെ ഉയർത്തുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വാർത്തകൾ വരാൻ വൈകുമ്പോഴൊക്കെ, മറ്റുള്ള പത്രങ്ങൾക്കൊക്കെ വാർത്തകൾ വരാൻ വൈകുമ്പോഴൊക്കെ, വാർത്തകൾ കൊടുക്കാൻ അമാന്തം കാണിക്കുമ്പോഴൊക്കെ ചില ആളുകൾ പറഞ്ഞത്, ഇത്രയും വലിയൊരു സംഘടനയായിട്ട് നിങ്ങൾക്കൊരു പത്രം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു കുറവാണ് എന്നുള്ളത്. പത്രമില്ലാത്തൊരു സമയത്ത് ഇത്രയും വലിയൊരു സംഘടനയായിരിക്കുന്ന നിങ്ങൾക്കൊരു പത്രം ഇല്ല എന്നുള്ളത് ആ സംഘടനയുടെ ഒരു കുറവാണ്, ഏറ്റവും വലിയൊരു കുറവാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് അൽഹംദുലില്ലാ ആ കുറവ് നമ്മൾ നികത്തിയേക്കുന്നു എന്ന് മാത്രമല്ല, പലർക്കും പറയാൻ മടിയുള്ള പല വാർത്തകളും മുഖം നോക്കാതെ സധൈര്യം, ഞാനൊക്കെ വിചാരിച്ചിരുന്നു അത്ര ധൈര്യമൊന്നും കാണിക്കും എന്ന് വിചാരിച്ചിരുന്നില്ല, വളരെ സധൈര്യം ആരെയും മുഖം നോക്കാതെ സംസാരിക്കാൻ, അത് എഴുതാനുള്ള ഒരു സന്മനസ് ഇന്നുവരെ കാണിച്ചിട്ടുണ്ട്. ഏതായാലും സന്മാനാസരിക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം അദ്ദേഹം സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.